എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. പൊതുവെ ആലപ്പുഴ ജില്ലക്കാരിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ ഒരു റൂട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ദിക്ക് വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ കിഴക്കോട്ട് പോയിട്ട് തെക്കോട്ട് തിരിഞ്ഞാൽ മതി, അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ റൂട്ട് പറഞ്ഞു കൊടുക്കുക. വേറെ ജില്ല ചെന്ന് കഴിഞ്ഞാൽ ഈ തെക്കും വടക്കുംന്റെ പരിപാടി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. കാരണം എന്നോട് ഇപ്പോൾ ഒരു വഴി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി, ചേട്ടാ തെക്കോട്ട് പോയിട്ട് വടക്കോട്ട്, അങ്ങനത്തെ ഒരു രീതിയാണ് നമുക്ക് പെട്ടെന്ന് വരിക. പക്ഷെ വേറെ ജില്ലയിൽ പോയി, ഇപ്പൊ എക്സാമ്പിൾ എറണാകുളത്ത് പോയിട്ട് അവരെങ്കിലും നമ്മൾ ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വഴിയാണെങ്കിൽ നമ്മളത് തെക്കും വടക്കുമാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരിക. അത് മനസ്സിലിട്ടിട്ട് റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു രീതിയാണ്, ഇപ്പൊ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ദിക്കാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ കസിന്റെ വീട്ടിലോ ആരുടെങ്കിലും വീട്ടിലാണ് പോകുന്നതെങ്കിൽ ആ വീടിന്റെ ദർശനം എങ്ങോട്ടാണെന്നായിരിക്കും മെയിനായിട്ട് ഇപ്പൊ ഞാൻ ഒക്കെ നോക്കാം. കാരണം കിഴക്കെന്ന് പറഞ്ഞാൽ ഒരു കിഴക്കുള്ളൂ, പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ ഒരു പടിഞ്ഞാറേ ഉള്ളൂ, വടക്കെന്ന് പറഞ്ഞാൽ ഒരു വടക്കേ ഉള്ളൂ, തെക്കെന്ന് പറഞ്ഞാൽ ഒരു തെക്കേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ലെഫ്റ്റും റൈറ്റും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് കിഴക്കുന്ന് വരുമ്പോഴും ലെഫ്റ്റും റൈറ്റും ഉണ്ട്, വടക്കുന്ന് വരുമ്പോഴും ലെഫ്റ്റും റൈറ്റും ഉണ്ട്, പടിഞ്ഞാറുന്ന് വരുമ്പോഴും ലെഫ്റ്റും റൈറ്റും ഉണ്ട്, തെക്കുന്ന് വരുമ്പോഴും ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഇപ്പൊ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ഒരാൾക്ക് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇടത് സൈഡാണ്. അതുപോലെ തന്നെ വടക്കുന്ന് വരുന്ന ഒരാൾക്ക്, വടക്കുന്ന് തെക്കോട്ട് വരുന്ന ആൾക്ക് ലെഫ്റ്റ് എന്ന് പറയുന്നത് കിഴക്കോട്ട് തിരിയുമ്പോഴാണ്. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂഷനാണ് ഈ വഴി പറഞ്ഞു കൊടുക്കാന്ന് വെച്ചത്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കിഴക്കോടെന്ന് പറഞ്ഞാൽ ഒരു കിഴക്കേ ഉള്ളൂ. അതുകൊണ്ട് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വഴി പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ദിക്ക് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് സിമ്പിൾ മെത്തേഡ്. ഞങ്ങൾക്ക് അതേ വഴങ്ങും. ഇപ്പൊ ഓഫീസിലൊക്കെ ആരെങ്കിലും വഴി ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, ചേട്ടാ വടക്കോട്ട് പോയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും, ഓ തോട്ടാങ്കി അവന്റെ തെക്കും വടക്കും ഒന്ന്